യുദ്ധം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു പേടി സ്വപ്നമാണ്. അത് അനുഭവിക്കുന്നവർക്ക് അതിൻ്റെ എഫക്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ നിന്ന സമയത്ത് ഈ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധം വന്നപ്പോൾ തന്നെ ഞാൻ പേടിച്ച് വിറച്ചിട്ടുണ്ട്. കാരണം മേലക്കോടെ ഒരു സൗണ്ട് പോയാൽ പോലും എനിക്ക് പേടിയായിരുന്നു. കാര്യം നമ്മൾ കേരളത്തിൽ അത്ര എഫക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിലും എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു യുദ്ധത്തിൻ്റെ എഫക്റ്റ് നേരിട്ട് കാണുന്നത് തന്നെ. ഞങ്ങൾ നിൽക്കുന്നിടത്ത് ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. മേലക്കോടെ ഇങ്ങനെ ഭയങ്കര സൗണ്ടിൽ ഓരോന്ന് പോകുമെന്നുണ്ടെങ്കിലും അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ രാത്രി UAEയുടെ അലേർട്ട് വന്നപ്പോൾ തുടങ്ങി ഞങ്ങൾക്ക് ചെറിയൊരു ടെൻഷനായി തുടങ്ങി. പിന്നെ ഇന്ന് രാവിലെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ബിൽഡിങ്ങിന് കുറച്ച് ബിൽഡിങ് അപ്പുറം ചെറിയൊരു ഈ മിസൈൽ തകർക്കുമ്പോൾ വീഴുന്ന കുറച്ച് പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, അതിൻ്റെ ചെറിയൊരു ബ്ലാസ്റ്റ് ഉണ്ടായിരുന്നു. ഭാഗ്യത്തിന് ദൈവാനുഗ്രഹം കൊണ്ട് ആർക്കൊന്നും പറ്റിയില്ല എന്ന് തോന്നുന്നുണ്ട്. നല്ല പുകയൊക്കെ ആയിരുന്നു. അതുപോലെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫ്രണ്ട് വിളിച്ച് പറയുമ്പോഴാണ് ബാൽക്കണിയിൽ പോയി നോക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര പുകമയം. എന്നാൽ കൂടി ഇവിടെ നമുക്ക് വരുന്ന മെസ്സേജ് സേഫ് ആണ് എന്നുള്ളതാണ്. കാരണം എല്ലാവരും നിയന്ത്രണപരമായിട്ട് പോകുന്നുണ്ടെന്നാണ് നമുക്ക് വന്നേക്കുന്ന മെസ്സേജ് GCCയിലുള്ളവർക്ക്. പക്ഷെ നാട്ടിൽ നമുക്ക് ന്യൂസിൽ പല ന്യൂസ് ചാനലും പല ന്യൂസാണ് പരത്തുന്നത്. അപ്പോൾ നാട്ടിലുള്ളവർ ഭയങ്കര ടെൻഷൻ അടിച്ചിട്ട് നമ്മളിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. പപ്പയൊക്കെ നിരന്തരമായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താണ് അവസ്ഥ. എങ്ങാനും ഫോൺ എടുക്കാനായിട്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ പപ്പയ്ക്ക് ടെൻഷനാവും, എന്ത് ഫോൺ എടുക്കാത്ത, നെറ്റ് പോയോ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ ന്യൂസ് ചാനൽ എങ്ങനെയാണ് പറയുന്നത്, ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊന്നും നമുക്കറിയാൻ പറ്റുന്ന പോലുമില്ല. അതേപോലെ തന്നെ ഒരുപാട് മെസ്സേജും കമൻസൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സേഫ് ആണോ എന്ന് ചോദിച്ചിട്ട്. ഇതുവരേക്കും ദൈവാനുഗ്രഹം കൊണ്ട് സേഫാണ്. അതേപോലെ തന്നെ ബാക്കിയുള്ളവരും ബഹ്റൈനിലുള്ളവരും ഖത്തറിലും കുവൈറ്റിലുള്ളവരൊക്കെ സേഫാണെന്ന് നമ്മളും വിശ്വസിക്കുന്നു. എല്ലാവരും സേഫായിട്ടിരിക്കാനായിട്ട് മാക്സിമം നോക്കുക. അകത്ത് തന്നെ ഇരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. വിൻഡോ സൈഡിലൊന്നും നിൽക്കരുത്, പുറത്തേക്ക് വിജനമായ പ്രദേശത്തൊന്നും ഇറങ്ങരുതെന്നൊക്കെയാണ് നമുക്ക് മെസ്സേജ് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ എല്ലാവരും ചെയ്യാനും ശ്രമിക്കുക, സേഫായിട്ടിരിക്കുക. നമ്മൾ ഇന്നലെ തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പോയി. കാരണം എങ്ങാനും എമർജൻസി ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. നെക്സ്റ്റോയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. ബില്ലടിക്കാൻ പോലും ഭയങ്കര വലിയ നീണ്ട ക്യൂ ആയിരുന്നു. എന്നാലും എല്ലാവരും മുൻകൂട്ടി കണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. ഞങ്ങളും പരമാവധി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിന്നെ കുറേ സാധനങ്ങളൊന്നും നമുക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം അതേപോലെ ക്യൂ നിൽക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. കാരണം നമ്മൾ വിചാരിക്കാത്ത പ്രതീക്ഷിക്കാത്ത നമ്മളെ പേഴ്സണലി അറിയാത്തവർ പോലും നമ്മളുടെ കാര്യങ്ങൾ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. ഞങ്ങളും സേഫാണ്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.